എൻ്റെ ടോപ്പിക്ക് ലിപ്സയുടെ ഫിലിപ്സ് കാറാണ്. ഓക്കെ, അപ്പം ലിപ്സയുടെ ഫിലിപ്സ് കാറിൻ്റെ ഒരു പ്രത്യേകത അതൊരു എക്സസ് ഡിമാൻഡ് മോഡലാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓരോ ആൾക്കാരുടെയും ഫിലിപ്സ് കാർ എന്താണ് ഒരു പ്രത്യേകത എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. എന്താണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഒറിജിനൽ ഫിലിപ്സ് കാറുമായിട്ട് എന്താണ് വ്യത്യാസം, ഇതാണ് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിപ്സയുടെ ഫിലിപ്സ് കാറിനെ കുറിച്ച് വരാം. അതിന് മുമ്പ് ആദ്യമേ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ കണ്ടല്ലോ. എന്താണ് ദാറ്റ് ഫിലിപ്സ് കാർ ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ദ കോൺസെപ്റ്റ് ഓഫ് എക്സസ് ഡിമാൻഡ്. അപ്പോൾ ആ എക്സസ് ഡിമാൻഡ് എന്നുള്ള ഭാഗം നമ്മളൊന്ന് ആദ്യം കാണുവാണെങ്കിൽ മോഡൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. എന്താണ് എക്സസ് ഡിമാൻഡ്? ഇപ്പോൾ എങ്ങനെയാണ് ഈ ഫിലിപ്സ് കാർ വർക്ക് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ലിപ്സെ, there can be excess demand for labor. Okay, there can be excess demand for what? Labor. അപ്പോൾ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ വരുമ്പോൾ എന്ത് സംഭവിക്കുമായിരിക്കും? വേജ് റേറ്റ് കൂടും അല്ലേ? വേജ് റേറ്റ് കൂടും, കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും. ഡിമാൻഡ് ഫോർ ലേബർ വരുമ്പോഴത്തേക്ക് എംപ്ലോയ്മെൻറ്റ് കൂടുമല്ലോ അല്ലേ? എംപ്ലോയ്മെൻറ്റ് കൂടുമല്ലോ. സോ അങ്ങനെ എംപ്ലോയ്മെൻറ്റ് കൂടണമെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ കൂലി കൊടുക്കണമല്ലോ. അന്നങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റ് കുറയും. Okay, so this is the nexus or the way in which excess demand for labor in the labor market creates some sort of a Phillips curve. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നീട് കാണും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എന്താണ് എക്സസ് ഡിമാൻഡ്, അതുപോലെ എന്താണ് എക്സസ് സപ്ലൈ വരുമ്പോഴത്തേക്കും വേജ് റേറ്റ് കുറയണം, എക്സസ് ഡിമാൻഡ് വരുമ്പോൾ വേജ് റേറ്റ് കൂടണം, അങ്ങനെ വേജ് റേറ്റ് കൂടുമ്പോഴത്തേക്കാണ് എംപ്ലോയ്മെൻറ്റ് കുറയും. അങ്ങനെയുള്ള രണ്ടുമൂന്ന് ഡയഗ്രാം കൂടെ അതിനെക്കുറിച്ച് കാണിക്കുന്ന കുറേ ഡയഗ്രാമൊക്കെ ഉണ്ട്. D-S എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും തമ്മിലുള്ള വ്യത്യാസം. അത് ഇങ്ങോട്ട് വരുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും അല്ലേ? D/S കൊണ്ട് ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ D-S 0 ആണെങ്കിൽ 0/S 0 ആയിരിക്കും. ഇവിടെ എക്സസ് ലേബർ ഇല്ല. ഈ പോയിന്റിൽ എന്താണ്? എക്സസ് ലേബർ ഇല്ല. അങ്ങനെ ഒരു ഡയഗ്രാം ഒക്കെ വെച്ച് നമ്മൾ ആരെ പഠിക്കുകയാണ്? ലിപ്സയുടെ ഫിലിപ്സ് കാറിനെ കുറിച്ച് പഠിക്കുക. പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു എന്താണ് ഫിലിപ്സ് കാർ എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ വഴി വേജ് റേറ്റ് കൂടി, എംപ്ലോയ്മെൻറ്റ് കൂടി, അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞ്, അങ്ങനെയാണ് വേജ് റേറ്റ് അൺഎംപ്ലോയ്മെൻറ്റുള്ള ബന്ധം ഫിലിപ്സ് കാർവിൽ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ലിപ്സ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ്. നമ്മൾ കണ്ടു എന്തൊക്കെ കാര്യങ്ങളെന്ന്. ദ ഫിലിപ്സ് കാർ ഇൻഡിക്കേറ്റ്സ് ആൻ എംപിരിക്കലി ടൈലർഡ് റിലേഷൻ ബിറ്റ്വീൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മണി വേജസ് ഓർ ഇൻഫ്ലേഷൻ is dummy, and rate of unemployment. Several economists have given a variety of explanations to the downward sloping nature of the Phillips curve. ഓക്കെ, പലരും അങ്ങനെ നമ്മളതിൽ ഒരാളെക്കുറിച്ച് സാമുവൽസിനെയും സോളെക്കുറിച്ച് നമ്മൾ കണ്ടു, ശരിയല്ലേ? പല എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒരു എക്സ്പ്ലനേഷനാണ് ലിപ്സയുടെ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ. മറക്കരുത്, എക്സസ് ഡിമാൻഡ് ഫോർ അതർ കമ്മോഡിറ്റീസ് ഒന്നുമല്ല, ലേബർ ഇൻ ദി ലേബർ മാർക്കറ്റ്. ദ ഫിലിപ്സ് കാർ ഈസ് മിയർലി സ്റ്റാറ്റിക്കൽ റിലേഷൻ. അതൊക്കെ നമ്മൾ പറയാം. ലിപ്സെ പറഞ്ഞു എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ അനുസരിച്ചാണ് ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അങ്ങോട്ട് റീട്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഡിമാൻഡ് ഫോർ ലേബറാണ്. ഓക്കെ, അപ്പോൾ ഒരിടത്ത് വേജ് റേറ്റും ഒരിടത്ത് അൺഎംപ്ലോയ്മെൻറ്റ് യു ആട്ടോ. അതുപോലെ തന്നെ വേജ് റേറ്റ് W. അപ്പോൾ നമ്മൾ W എന്നൊക്കെ ഇടയ്ക്ക് പറയും. സോ ആൻഡ് ഹിസ് interpretation is a disequilibrium interpretation. Okay, so there can be variance or differences in the demand for labor. Here in the above figure shows two things. First is that W, money wage rate, is declining function of U. ശരിയല്ലേ? അപ്പോൾ എന്താണ് മണി വേജ് റേറ്റ് ഈസ് ഡിക്ലൈനിങ് ഫങ്ഷൻ ഓഫ് യു. അപ്പോൾ വേജ് റേറ്റ് പറയുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. സെക്കൻഡ്, ദ എംപിരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ W and U is non-linear. ഇത് ലീനിയർ ആട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ ഇതാ ലീനിയർ. അപ്പോൾ ഇത് നോൺ ലീനിയർ ആണ്. അതെന്താ നോൺ ലീനിയർ? ദാറ്റ് W rises faster as U declines. ഓക്കെ, അപ്പം U ഡിക്ലൈൻ ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് W കൂടുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നോൺ ലീനിയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ W കുറയുന്നതിനേക്കാളും കൂടിയ നിരക്കിൽ എന്ത് കൂടുന്നു? U കുറയുന്നതിനേക്കാളും കൂടിയ നിരക്കിൽ എന്ത് ചെയ്യുന്നു? W കൂടുന്നു. ലിപ്സെ ഫിറ്റഡ് ദ റിലേഷൻഷിപ്പ് ടു ഫിലിപ്സ് ഡാറ്റ യൂസിങ് സ്റ്റാൻഡേർഡ് റിഗ്രഷൻ ടെക്നിക്സ് ആൻഡ് ഒബ്റ്റെയിൻ സിമിലർ റിസൾട്ട് ഓഫ് ഫിലിപ്സ്. അപ്പോൾ ഫിലിപ്സിനുമായിട്ട് വഴക്കൂടാനൊന്നും പോയില്ല. അദ്ദേഹം പറഞ്ഞു തിയറി തന്നെ ശരിയെന്ന് ആര് പറഞ്ഞു? Lipsey പറഞ്ഞു. Both Phillips and Lipsey had said that W was also a declining function of U, that at any level of U
എഫ് fall in U tends to raise W and raise in U tends to reduce W. പറഞ്ഞ കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറഞ്ഞേക്കുക. നമ്മൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്ന കാര്യം അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും. സെയിം സംഭവങ്ങൾ തന്നെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, നമുക്ക് റീഇൻ്റർപ്രേഷൻ ചെയ്യാൻ പറ്റും. ലിപ്സെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്നത് എക്സസ് ഡിമാൻഡ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഫിലിപ്സ് പറഞ്ഞതിനോട് അദ്ദേഹം പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യുക. ആൻഡ് ഫൗണ്ട് ദ റിലേഷൻ ബിറ്റ്വീൻ U and W ഫെയർലി സ്റ്റേബിൾ. അൺസ്റ്റേബിൾ എന്നല്ല പറഞ്ഞേക്കുന്നത്, ഫെയർലി ഓവർ ദി പീരിയഡ് ഇൻ ക്വസ്റ്റ്യൻ. ഓവർ ദി പീരിയഡ് ക്വസ്റ്റ്യൻ സാധാരണ ഷോർട്ടണിൽ അവർ പഠിച്ചത് ലിപ്സെ. ലിപ്സെസ് യുണീക്ക്നെസ് ഇൻ എക്സ്പ്ലെയിനിങ് ഫിലിപ്സ് കാർ വാസ് ദാറ്റ് ഹി ട്രൈ ടു എക്സ്പ്ലെയിൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സസ് ഡിമാൻഡ്. Excess demand for what? Again I would like to remind you, excess demand for labor. ലേബറിൻ്റെ ഡിമാൻഡ് അതെവിടെയായിരിക്കും? ലേബർ മാർക്കറ്റിൽ. ലേബറിൻ്റെ ഡിമാൻഡ്, ലേബറിൻ്റെ സപ്ലൈ. അപ്പോൾ ചിലപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഡിമാൻഡ് കൂടുതലാണ്. ഈ ഒരൊറ്റ പോയിൻ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഡിമാൻഡ് ഇത്രയും, സപ്ലൈ ഇത്രയേ ഉള്ളൂ, എക്സസ് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് വേജ് റേറ്റ് ആണെങ്കിൽ വേജ് റേറ്റ് കൂട്ടണം, ഈയിലേക്ക് വരണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ഇക്വിലിബ്രിയം ടെൻഡൻസി ഉണ്ട്. അപ്പോൾ വേജ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് കുറയും? അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ഇത്രയും കാര്യം മാത്രമേ ലിപ്സെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ആ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു എന്താണ്? ഫിലിപ്സ് കാർ ശരിയാണ്. വേജ് റേറ്റ് കൂടിക്കും അതിനനുസരിച്ച് അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നുണ്ട്. ലിപ്സെസ് യൂണിക്ക്നെസ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഹി ട്രൈ ടു ഇൻ്റർപ്രറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദി സ്റ്റേബിൾ ഫിലിപ്സ് കാർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വാട്ട്? ആൻ എക്സസ് ഡിമാൻഡ്. ആൻഡ് മോർ സ്പെസിഫിക് ലിപ്സെ ഹൈപ്പോത്തസിസ് ദാറ്റ് W is a function D minus S by S. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ ലേബർ, S എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ലേബർ. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും തമ്മിലുള്ള വ്യത്യാസത്തെ സപ്ലൈ ഓഫ് ലേബർ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ W ആയിട്ട് അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്തു. W ഡിപ്പെൻഡ് ചെയ്യുന്നു, വേജ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനെയാണ് അദ്ദേഹം പറയുന്നത്. വേർ D and S stand for demand and supply of labor respective and was an increasing function of W. Okay, the nominal wage rate W would be 0 if D is equal to S. ഓക്കെ, അപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ദർ വാസ് നോ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ. അപ്പോൾ എക്സസ് ഡിമാൻഡ് ഇല്ല, ഡിഡ് നോട്ട് നെസസറി മീൻ 0U. അപ്പോൾ ഇങ്ങനെ എക്സസ് ഡിമാൻഡ് ഇല്ലെങ്കിലും അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഇവിടെ എക്സസ് ഡിമാൻഡ് ഇല്ലെന്ന് വിചാരിക്കും, എന്നാലും അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അവിടെ ഉണ്ട്. പക്ഷേ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത അൺഎംപ്ലോയ്മെൻറ്റ്. അത് എന്ത് അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കും എന്നറിയോ? നമുക്ക് ആഗ്രഹമുണ്ട്, ഇഷ്ടമില്ല, ജോലി ചെയ്യാൻ ഇഷ്ടമില്ല, വീട്ടിൽ ഇരിക്കുന്ന ഒരവസ്ഥയില്ല, ആ അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കും, അതായിരിക്കും. Therefore, Lipsey measured the excess demand for labor by only excess of the amount of vacancies over the number of unemployed. അപ്പോൾ എത്ര വേക്കൻസി കൂടുതലായിട്ടുണ്ട് അൺഎംപ്ലോയ്ഡുള്ള ആൾക്കാരിൻ്റെ മുകളിൽ എന്നനുസരിച്ച് അദ്ദേഹം എക്സസ് ഡിമാൻഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത്. ഹിയർ 0 എക്സസ് ഡിമാൻഡ്, അതൊന്നും നമ്മൾ നോക്കണ്ട. പ്രധാനപ്പെട്ട ഒരു കാര്യം, ദി എക്സസ് ഡിമാൻഡ് ഓഫ് ലേബർ വിൽ എമർജ് ആൻഡ് വേജ് റേറ്റ് വിൽ സ്റ്റാർട്ട് ഇൻക്രീസ്. ഹിയർ 0 എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ ക്യാൻ ഒക്കർ അറ്റ് പോസിറ്റീവ് U. അൺഎംപ്ലോയ്മെൻറ്റ് ഇത്രയും ഉണ്ടെങ്കിൽ പോലും എക്സസ് ഡിമാൻഡ് വരും. ആഫ്റ്റർ ദിസ് പോയിൻറ്റ് ആസ് ഡിമാൻഡ് ഫോർ ലേബർ ഗ്രോസ് വേക്കൻസീസ് വിൽ ഇൻക്രീസ് ആൻഡ് ദി നമ്പർ ഓഫ് അൺഎംപ്ലോയ്ഡ് വിൽ ഗോ ഡൗൺ. അപ്പോൾ എക്സസ് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ആ ഡിമാൻഡ് കൂടുമ്പോൾ എന്തുകൊണ്ടും വേക്കൻസി ഉണ്ടാകുന്നതുകൊണ്ട് വേക്കൻസി ഉണ്ടല്ലോ, അപ്പോഴത്തേക്കും അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. അത്തരം കാര്യങ്ങൾ അദ്ദേഹം, ദാറ്റ് ഈസ് എക്സസ് ഡിമാൻഡ് for labor will emerge and wage will start increasing. Whenever there is excess demand for labor wage rate will go up. ശരിയല്ലേ? അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ, ലോജിക്കലായിട്ട്. നമ്മുടെ വേജ് റേറ്റ് കൂടും. എങ്ങനെ? എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ അവിടെ ഉണ്ടെങ്കിൽ. അക്കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾ താമസിച്ചു വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഈ ബോക്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ദിസ് ബോക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ തിയറിയും പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കേണ്ട ഒരു മെത്തേഡുണ്ട്. നമ്മൾ തിയറിക്കകത്ത് ഒത്തിരി എക്സ്പ്ലനേഷനൊക്കെ കാണും. ആ എക്സ്പ്ലനേഷനൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ തപ്പിയെടുക്കുന്ന പോലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഏതും നമ്മൾ നോക്കി കണ്ടുപിടിക്കുക. അതൊരു വിദ്യാർത്ഥി അധ്യാപനമൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ഓരോ തിയറിക്ക് ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ആ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തിയറി നമ്മുടെ കയ്യിലാണ്. അത് ഇത് പഠിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലിപ്സെ എന്താ പറഞ്ഞതെന്നുള്ളത് ഈ ഒരൊറ്റ ബോക്സിൻ്റെ അത് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ കൂടുമ്പോൾ വേജ് കൂടും. ഓക്കെ, വേജ് റേറ്റ് കൂടുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ഓക്കെ, വേജ് റേറ്റ് കൂടും, അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. വേജ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുക. ശരിയല്ലേ? അപ്പോൾ എന്ത്? അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. അപ്പോൾ ഫിലിപ്സ് കാർ ഇവിടെ കൊണ്ട് വന്നല്ലോ, ഇവിടെ കൊണ്ട് ഫിലിപ്സ് കാർ വന്നു. മനസ്സിലായല്ലോ? അപ്പം എക്സസ് ഡിമാൻഡ് ഫോർ ലേബറിൻ്റെ വർക്കിങ്ങിലൂടെ ഫിലിപ്സ് കർവ് എങ്ങനെ വാലിഡ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് ലിപ്സെ ചെയ്തേക്കുന്നത്. ഓക്കെ, മറ്റുള്ള എല്ലാവരും നമുക്ക് വ്യത്യസ്തപ്പെട്ട് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ഈ എക്സസ് ഡിമാൻഡ് ഫോർ ലേബറിന് ഓർത്താൽ മതി. ഓൾസോ ദ ഹയസ്റ്റ് എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ, ദ ഹയർ ദി എക്സസ് ഡിമാൻഡ്, ഹയർ ദി W, ലോവർ ദി
അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഡബ്ല്യു ഈസ് എ ഫങ്ഷൻ ഓഫ് ഡി മൈനസ് എസ് ബൈ എസ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കണം. ദെൻ പിന്നെ നമുക്ക് അത്യാവശ്യം ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഡയഗ്രം കേട്ടോ. ഈ ഡയഗ്രം നമുക്ക് 2 ഡയഗ്രം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രത്യേകത, നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ നമുക്ക് മുമ്പിൽ ടെക്സ്റ്റ് ബുക്കൊന്നുമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ചലഞ്ച്. അത് പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ ആ ചലഞ്ച്. നിങ്ങളാണെങ്കിലും ടെക്സ്റ്റ് ബുക്കൊന്നുമില്ല, എങ്ങനെ പഠിപ്പിക്കുമെന്ന് ആലോചിച്ച് നോക്കും. ഭയങ്കര പാടാണ് അല്ലേ? നമുക്ക് റെഫർ ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കില്ലല്ലേ. ഇപ്പോൾ ആണെങ്കിൽ ലൈബ്രറിയിൽ പുതിയ ടെക്സ്റ്റൊന്നും മേടിച്ചിട്ടില്ല. വീട്ടിലിരിക്കുന്ന ടെക്സ്റ്റൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു എന്നാൽ പോലും നല്ല കറക്റ്റ് മെറ്റീരിയലാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ അകത്ത് 2-3 ഡയഗ്രം നല്ലതായിട്ടുണ്ട്. ആ 2 ഡയഗ്രം ഇവിടെ ഞാൻ തന്നെ ഇങ്ങനെ വരച്ച് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. വരയ്ക്കുന്നതിലൊക്കെ ഇച്ചിരി ഭംഗി കുറവായിരിക്കും, സാരമില്ല. അപ്പോൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ ഡയഗ്രം ഭയങ്കര പ്രധാനപ്പെട്ട, ഈ ഡയഗ്രത്തിൽ കൂടെ വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇവിടെ GH ഒരു സെക്കൻഡ് പിന്നെയും പോയി. ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് ഡിമാൻഡ് ഫോർ ലേബർ ഉണ്ട്, സപ്ലൈ ഓഫ് ലേബർ ഉണ്ട്. ഇതെല്ലാം നടക്കുന്ന ലേബർ മാർക്കറ്റിലാണ്. ഇവിടെ വേജ് റേറ്റ് ഉണ്ട്. ഇവിടെ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ലേബർ സപ്ലൈ ചെയ്തു, എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഡിമാൻഡ് ചെയ്ത് നമ്മളിവിടെ ഇങ്ങ് മെഷർ ചെയ്യുക. ഇവിടെ എന്താണ്? വേജ് റേറ്റ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് IJ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ നോക്കുക. ആ പോയിന്റിൽ സപ്ലൈ ഇത്രയേ ഉള്ളൂ, ഡിമാൻഡ് ഇത്രയുണ്ട്. അപ്പോൾ എന്തുണ്ട്? ഇത്രയും കണ്ട് AB എന്ന് ഞാനിങ്ങനെ ഒരു പോയിന്റ് ഇടുക ഉണ്ട്. എന്തുണ്ട്? എക്സസ് ഡിമാൻഡ് ഉണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? വേജ് റേറ്റ് കൂടണം. WEയിലേക്ക് കൂടും, വേജ് റേറ്റ് കൂടി അല്ലേ? വേജ് റേറ്റ് കൂടി. അപ്പം കൂടുതൽ ആൾക്കാർക്ക് തൊഴിലാളികൾ, വേജ് റേറ്റും അൺഎംപ്ലോയ്മെൻറ്റും നമ്മൾ ബന്ധം, കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. അപ്പം എന്ത്? അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ഡിമാൻഡ് ഫോർ ലേബർ ആണല്ലോ കൂടുന്നത്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറയുമല്ലോ. അത് ആ ആംഗിളിൽ നോക്കിയാലും നമുക്ക് ശരിയാണെന്ന് മനസ്സിലാക്കും. കിട്ടിയില്ല. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റും ഇങ്ങനെ തന്നെ വർക്കൗട്ട് ചെയ്യും. ഇവിടെ എന്താണ്? ഡിമാൻഡ് ഫോർ ലേബർ ഇത്രയേ ഉള്ളൂ, സപ്ലൈ ഓഫ് ലേബർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് എന്ത് കുറയും? വേജ് റേറ്റ് കുറയും. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ഈ ഡയഗ്രം വെച്ച് എക്സസ് ഡിമാൻഡ് ഫോർ ലേബറും ഉപയോഗിച്ച് നമ്മൾ ഫിലിപ്സ് കർവ് ശരിയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ദ സിറ്റുവേഷൻ ഓഫ് എ സിംഗിൾ ലേബർ മാർക്കറ്റ് ഇസ് ഡെപിക്റ്റഡ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഇൻ ദ കേസ് ഓഫ് എക്സസ് ഡിമാൻഡ് ദാറ്റ് ഈസ് IJ, വേജസ് ഷുഡ് റൈസ് ബട്ട് ഷുഡ് ഫോൾ വെൻ ദർ ഈസ് എക്സസ് സപ്ലൈ ആസ് MN. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, W മൈനസ് ആൽഫ ഇൻറ്റു D മൈനസ് S ബൈ S ഇൻറ്റു 100 എന്നുള്ള ഒരു ഇക്വേഷൻ അദ്ദേഹം വെച്ച്, അത് വെച്ചിട്ട് ഈ ഡയഗ്രത്തിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു സെക്കൻഡ് വെച്ചിട്ട് എക്സസ് ഡിമാൻഡിനെ അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. ഈ പോയിൻ്റ് എയിൽ ദർ ഇസ് നോ എക്സസ് ഡിമാൻഡ്. D മൈനസ് S ഡിവൈഡ് ബൈ S ഈസ് ഇക്വൽ ടു 0 ആണ്. D മൈനസ് S ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈയും തമ്മിലൊരു വ്യത്യാസമില്ലാത്തപ്പോൾ ഇത് 0 ആയിരിക്കും. ഡിവൈഡ് ബൈ S 0 ആയിരിക്കും ഈ പോയിന്റിൽ. മനസ്സിലായല്ലോ? ഇതിന് ഇപ്പുറത്തോട്ട് നമ്മൾ നോക്കുക, ഇങ്ങോട്ട് എങ്ങനെയായിരിക്കും? എക്സസ് ഡിമാൻഡ് കാണുമല്ലേ? അല്ലേ? എക്സസ് ഡിമാൻഡ് കാണും അല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് കൂടുന്തോറും D മൈനസ് എസ്സിൽ D കൂടുതലും S കുറവാണ്. അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ബൈ S ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുന്തോറും എന്ത് സംഭവിക്കും? D മൈനസ് S ഡിവൈഡ് ബൈ S എന്ന് പറയുന്ന ആ ഫാക്ടറിൻ്റെ വാല്യൂ കൂടും. ഓക്കെ, 1, 2, 3, 4, 5 കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വേജ് റേറ്റ്. അപ്പോൾ എക്സസ് ഡിമാൻഡ് കൂടുതലാണെന്ന് അതിനർത്ഥം. അപ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ഡിമാൻഡ് ഫോർ ലേബർ ആണെന്ന് അർത്ഥം. അപ്പോൾ എന്ത് സംഭവിക്കും? വേജ് റേറ്റ് കൂടും. അതിനനുസരിച്ച് എന്ത് പറയും? ഡിമാൻഡ് ഫോർ ലേബറും കൂടി വേജ് റേറ്റ് കൂടുന്ന നമുക്ക് ഫിലിപ്സ് കർവിൻ്റെ കോണ്ടെക്സ്റ്റിൽ എന്ത് പറയും? അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ വർക്ക്സ് ത്രൂ what we can say demand for labor by ensuring higher wage rate and reducing what we can say the unemployment level. So there is inverse relationship between what we can say the wage rate or the price level or inflation. The three are the same: wage rate or the price level or inflation and the level of unemployment. And the Phillips curve is valid according to Lipsey, who examined the validity of what we can say the Phillips curve through the excess demand for labor approach. Okay, so അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ കുറച്ച് കാണും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു. പോയിൻ്റെക്കുറിച്ച് നമ്മൾ പറഞ്ഞു സപ്ലൈ ഡിസിൻ സിംപ്ലി ദാറ്റ് 0 അൺഎംപ്ലോയ്മെൻറ്റ്. ചിലപ്പോൾ 0 അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരുമല്ലോ. എല്ലാ സൊസൈറ്റിയിലും അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്, എനിക്ക് ഇച്ചിരി നല്ല ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ജോലി ചെയ്യാതിരിക്കുക, നല്ല ജോലി കാത്ത്, അത് അൺഎംപ്ലോയ്മെൻറ്റാണ്. പക്ഷേ ആ അൺഎംപ്ലോയ്മെൻറ്റ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ആകാം.
എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ എക്സ് ഡിമാൻഡ് ആൻഡ് ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കംസ് അബൌട്ട് സിൻസ് പോസിറ്റീവ് എക്സ് ഡിമാൻഡ് ഈസ് അസ്യൂം ടു റെഡ്യൂസ് ടൈം നെസസറി ടു ഫൈൻഡ് ജോബ് ദാറ്റ് ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം അതൊന്നും നമ്മൾ നോക്കണം, നമ്മൾ പറഞ്ഞാണ്. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ലിപ്സെ regarding what we can say the Phillips curve. Okay, Phillips curve, and remember he said that the Phillips curve is valid if you are examining the relationship between inflation and unemployment from the angle of the labor market development, where the excess demand for labor and what we can say the excess supply of labor can produce a particular what we can say frequency of unemployment. Okay, particular frequency of unemployment, and here the excess demand for labor is very important factor in ensuring what we can say or reducing level of unemployment or increasing the level of employment. So that is the concept of excess demand approach made by Lipsey. Okay, ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ഡിലീറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.